ആ പ്രേതബാധ്യതയുള്ള കൊട്ടാരത്തെക്കുറിച്ച് ഒന്നും അറിയാതെ കുറച്ചു പേര് ആ കൊട്ടാരത്തിൽ വന്ന് താമസിക്കുന്നു. ആ കൊട്ടാരത്തിൽ ഒരു കഥയുണ്ട്. എന്താന്ന് വെച്ചാൽ പണ്ട് പണ്ട് ആ രാജ്യത്ത് ഒരു രാജാവിന് ദരിദ്രയായ പെണ്ണിനോട് പ്രണയം തോന്നി. ആ ഒരു പ്രണയം കണ്ടുകൊണ്ട് ആ നാട്ടിലുള്ള രാജാവിന്റെ അച്ഛനോട് ചെന്ന് പറയുന്നു. അച്ഛൻ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന ആ പ്രേതബാധ്യതയുള്ള കൊട്ടാരത്തിൽ വെച്ച് കൊല്ലുന്നു. അത് കണ്ടു നിന്ന് ആ രാജാവിനെ സഹിച്ചില്ല. ആ രാജാവ് അവിടെ കുത്തിപ്പടഞ്ഞു മരിച്ചു. ചാകുമ്പോഴെല്ലാം ആ പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ 10-ാം നാൾ തിരിച്ചു വരും. ഈ നാട്ടിലുള്ള ആരെയും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാവരും ഞാൻ കൊല്ലും. ആ പെണ്ണ് പറഞ്ഞ പോലെ തന്നെ ചെയ്തു. 10-ാം നാൾ തിരിച്ചു വന്നു. ഇപ്പം ആ കൊട്ടാരത്തിലെ പ്രേതബാധ്യത ഉണ്ടെന്ന് പറയുന്ന സത്യം തന്നെയാണ്. ഇപ്പോഴും ആ പെണ്ണിന്റെ പ്രേതം ആ കൊട്ടാരത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ആരെയും കാത്തിരിക്കുന്ന ഒരു പെണ്ണ്. നമുക്കിനി കണ്ടു നോക്കാം. ജോൺ ജോസഫ് സ്വന്തം കോളേജിലെ പ്രൊഫസറാണ് ആൾക്ക് 3 സഹോദരന്മാർ. നമുക്കവരെ പറ്റിയും പരിചയപ്പെടാം. ജോസഫിന്റെ രണ്ടാമത്തെ സഹോദരൻ ടേക്ക് ഓഫ്, ആളൊരു CID ഓഫീസറും കൂടാണ്. പതിയെ നമുക്ക് മനസ്സിലാക്കാം ആളെ കുറിച്ചുള്ളത്. നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത സഹോദരനെ, ജോസഫിന്റെ 3-ാമത്തെ സഹോദരൻ ജിമ്മി. ബിസിനസ് എല്ലാം ഏറ്റുനടത്തിലാണ് ആളുടെ ജോലി. ആ ഓഫീസിൽ പോകുന്നത് തന്നെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പതിയെ മനസ്സിലാക്കാം. നമുക്ക് അടുത്ത ആളെ നോക്കാം. ജോസഫിന്റെ ഇളയ അനിയൻ ജാക്കി, ആളൊരു ഡാൻസുകാരനും കൂടെ. ആൾക്കാർ അറിയപ്പെടുന്ന ഒരാളും കൂടെ ആണ്. കുറച്ചു പേർക്കൊക്കെ അറിയാം ആളെ കുറിച്ച്. നമുക്ക് പതിയെ മനസ്സിലാക്കാം. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ജോണിന്റെ ഒറ്റ സുഹൃത്തിന്റെ മോൻ ജേക്കബ് ജിൻ, ആളൊരു എഞ്ചിനീയർ ആണ്. ആൾക്ക് 3 സഹോദരന്മാർ. നമുക്ക് അവരെ പറ്റിയും പരിചയപ്പെടാം. ജിന്നിന്റെ 2-ാമത്തെ സഹോദരൻ ജെയ്സൺ, ആളൊരു ഗിറ്റാറിസ്റ്റ് ആണ്. ഗിറ്റാർ നന്നായിട്ട് അയാൾ വായിക്കും. നമുക്ക് പതിയെ അടുത്ത ആളെ പരിചയപ്പെടാം. ജിന്നിന്റെ 3-ാമത്തെ സഹോദരൻ ജെയ്സണും ജോയലും ട്വിൻസ് ആണ്. ജോയൽ ഒരു ഡാൻസുകാരനാണ്. നമ്മുടെ ജാക്കിയുടെ കൂടാണ് ഡാൻസ് ഒക്കെ കളിക്കാൻ പോകുന്നത്. അവർ രണ്ടും നല്ലൊരു സുഹൃത്തുക്കളാണ്. നമുക്ക് ഇവർ രണ്ടിനെ പതിയെ മനസ്സിലാക്കാം. നമുക്ക് അടുത്ത കഥാപാത്രത്തിനെ പരിചയപ്പെടാം. ജിന്നിന്റെ ഇളയ സഹോദരൻ ആദി, ആളൊരു ഗവേഷകനാണ്. ആള് പഴയ സാധനങ്ങളെല്ലാം ഉപകരണങ്ങൾ തപ്പിയെടുക്കലാണ് ആളുടെ ജോലി. പ്രേതങ്ങളെ പിടിക്കുമെന്നാണ് ആള് പറയുന്നത്. കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല. നമുക്ക് പതിയെ മനസ്സിലാക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാരെ കുറിച്ചും മനസ്സിലായി കാണും. ഈ ഒരു കൊട്ടാരത്തിൽ നിന്നാണ് കഥ തുടരുന്നത്. ഇപ്പോൾ എല്ലാരെ കുറിച്ച് ഏകദേശം മനസ്സിലായി കാണും കഥാപാത്രങ്ങൾ. ആ കൊട്ടാരത്തിൽ വന്നപ്പെടുന്ന ആൾക്കാരെ ആ പ്രേതം വെറുതെ വിടില്ലെന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടു നോക്കാം സ്റ്റോറി വരുന്നവരെ. കൊട്ടാരത്തിൽ വന്ന ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ കൊന്ന പോലെ ഞാൻ എല്ലാത്തിനെ കൊല്ലും. കഥ ഇവിടുന്ന് തുടരും. ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല. എന്റെ അവിടെ വരുന്നതിനെ എല്ലാത്തിനെയും ഞാൻ കൊല്ലും.